മുഴുവൻ കേൾക്കേണ്ടി വരും. അപ്പൊ ഒരു അധ്യക്ഷനാണെങ്കിലും ആക്കി കഴിഞ്ഞാൽ അതെങ്കിലും പറഞ്ഞ് എനിക്ക് പിടിച്ചു നിൽക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മുമ്പേ അധ്യക്ഷനാക്കിയത്. ഏക MLA ആണ് നമ്മുടെ UDF-നെ പ്രതിനിധീകരിച്ചു നിൽക്കുന്ന ഏക MLA ആണ് PK ബഷീർ. പ്രത്യേകം നന്ദിയുണ്ട്. പ്രിയ സഹോദരനാണ്. എല്ലാ കാര്യങ്ങളിലും എൻ്റെ കൂടെ എപ്പോഴും ഉള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും നേതാവായിട്ടുള്ള എൻ്റെ എല്ലാ കാര്യങ്ങളിലും എൻ്റെ കൂടെ നിന്നിട്ടുള്ള എന്നെ ഈ സ്ഥാനത്തേക്ക് അവരോധിച്ച ബഹുമാന്യനായ പാലക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ ഈ പരിപാടിക്ക് വേണ്ടി മാത്രമാണ് എന്നെ എറണാകുളത്ത്. അപ്പൊ ഈ പരിപാടിയുടെ പ്രാധാന്യം അദ്ദേഹം പറഞ്ഞു. പ്രിയപ്പെട്ട KC വരുന്നുണ്ടെങ്കിൽ അതായിക്കോട്ടെ, അല്ലെങ്കിൽ അദ്ദേഹം കഴിഞ്ഞ 2 ദിവസമായിട്ട് എറണാകുളത്തുണ്ട്, ഈ പരിപാടിക്ക് വേണ്ടി ഞാൻ നിൽക്കാം എന്നുള്ള ഒരു ധാരണയുടെ പുറത്താണ് അദ്ദേഹം ഈ പരിപാടിക്ക് വേണ്ടി നിന്നത്. അദ്ദേഹത്തെയും വളരെ ബഹുമാനപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുക. പ്രിയപ്പെട്ട KC, നമ്മളെല്ലാവരും പ്രിയപ്പെട്ട KC എന്ന് വിളിക്കണം. പക്ഷെ ആ രീതിയിൽ വിളിക്കുന്നതിന് അപ്പുറമാണ് അദ്ദേഹം. കാരണം ഞാൻ ഡൽഹിയിൽ എപ്പോഴും കാണുന്നതാണ്. AICC ജനറൽ സെക്രട്ടറി എന്നുള്ളത് വലിയ രീതിയിലുള്ള ഉത്തരവാദിത്വമാണ്, ഉറക്കമില്ലാത്ത രീതിയിൽ ഉത്തരവാദിത്വമാണ്. അതിനിടയിൽ അദ്ദേഹം PAC-യുടെ ചെയർമാനായി. PAC-യുടെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഉത്തരവാദിത്വമുള്ള ഒരു പോസ്റ്റാണ്. അതുകൂടാതെ അദ്ദേഹം ലോക്സഭാംഗമാണ്. ഇതെല്ലാം കൂടി അദ്ദേഹം എങ്ങനെയാണ് കൈകാര്യം ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇന്ന് തന്നെ വെളുപ്പിന് 3 മണിക്ക് ഡൽഹിയിൽ നിന്ന് എഴുന്നേറ്റ് ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് ഇവിടെ എത്തിയതാണ്. ഇതെല്ലാം ആണെങ്കിൽ പോലും ഞങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഒരു രഹസ്യ സങ്കേതമുണ്ട്. രാവിലെ ലോധി ഗാർഡൻ എന്ന് പറഞ്ഞ ഒരു ഗാർഡൻ ഉണ്ട് ഡൽഹിയിൽ. അവിടെ നടക്കാനും ഓടാനുമായിട്ട് KC രാവിലെ എഴുന്നേറ്റെത്തും. അവിടെയാണ് ഞങ്ങൾ രഹസ്യമായിട്ട് രാവിലെ മീറ്റ് ചെയ്യുന്നത്. ആ രഹസ്യം പുറത്തു പറഞ്ഞുകൊണ്ട് ഇപ്പൊ കോൺഗ്രസ്സുകാരെല്ലാം അങ്ങോട്ട് ഓടി ചെല്ലുന്നില്ല. മുമ്പർക്ക് വേറെ പഴയ വഴി കൂടി അവിടെ സ്ലിപ്പ് ചെയ്ത് പോകാൻ അറിയാം. പക്ഷേ എന്തൊക്കെ തന്നെയായാലും എവിടെ എത്തിയെങ്കിലും എന്ത് കാര്യത്തിന് വേണമെങ്കിലും അദ്ദേഹം എന്നെ വിളിക്കും, ഒന്ന് വരാൻ പറയും, ഞാൻ ചെല്ലും, അവിടെ നിന്ന് സംസാരിക്കും. ആ രീതിയിലൊരു മാർഗനിർദ്ദേശം നൽകുന്ന ഒരു പ്രിയ നേതാവ്. ആ നേതാവിനെ ഞാൻ ഏറ്റവും ആദരവോടെ ഞാൻ സ്വാഗതം ചെയ്യും. പ്രിയ വഹാബ് സാഹിബ് രാജ്യസഭയിലെ എൻ്റെ നേതാവാണ്. അദ്ദേഹം തരുന്ന ഈ അവസരം കൊണ്ടാണ് വല്ലപ്പോഴും എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത്. എല്ലാ തരത്തിലുള്ള പ്രോത്സാഹനം തരുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. ബാക്കി ഒരുപാട് നേതാക്കന്മാരുണ്ട് ഇവിടെ. എല്ലാവരെയും ഞാൻ ഒറ്റ വാക്കിൽ തന്നെ സ്വാഗതം ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. പ്രിയപ്പെട്ട ഡൊമൈൻ പ്രസന്റേഷൻ UDF കൺവീനർ ഉണ്ട്, പ്രിയപ്പെട്ട അഹമ്മദ് കബീർ സാഹിബ് ഉണ്ട്, അതേപോലെ തന്നെ പ്രിയപ്പെട്ട അബ്ദുൽ ഗഫൂർ ഉണ്ട്. ഒരുപാട് ജില്ലാ ലീഗ് പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും സംസ്ഥാന കൗൺസിലർമാരും സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഇവിടുത്തെ കൗൺസിലർമാരുണ്ട്, കോർപ്പറേഷൻ കൗൺസിലർമാർ, കോർപ്പറേഷന്റെ പ്രതിപക്ഷ നേതാവ്, അതുപോലെ തന്നെ KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. പേരെടുത്ത് പറഞ്ഞാൽ ഒരുപാട് സമയം പോകുന്നത് കാരണം എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയിക്കും.